അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു പാർട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എയർ ഷോൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ എമിറേറ്റ്സിൻ്റെ 3 ടൈപ്പ് കാറ്റഗറി വിമാനങ്ങളാണ് കണ്ടു തീർന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വിമാനങ്ങൾ ഇവിടെ കണ്ടു തീർക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആകാശത്തിലുള്ള തലകുത്തി മറയുന്ന കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ വരുന്നത്. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ പോവാം. അപ്പോൾ നമ്മൾ കണ്ടു തീർത്തത് ഈ ഒരു ടൈപ്പ് വിമാനാണ്. യാ ഹബീബി, കുറേ ഇല്ല കണ്ടിട്ട്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ് കേട്ടോ. ഇതുകൊണ്ട് എയർഫോഴ്സിൻ്റെ ഒക്കെ വിമാനങ്ങൾ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു ടൈപ്പ് വിമാനമുണ്ട് കേട്ടോ. അതായത് നമ്മളെ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ പോലത്തെ ഒരു ചെറിയ ഫ്ലൈറ്റ് നമുക്കിവിടെ കാണാം. ഇങ്ങനെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട് കേട്ടോ യുദ്ധവിമാനങ്ങൾ പോലത്തെ. ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അകത്തേക്ക് കയറ്റി വിടുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. വേണ്ടതാ ഇവിടെയൊക്കെ ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്. ഇതെന്താ കളർപ്പൊടിയൊക്കെ പാർക്ക് പോകുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ആരും കയറ്റി വിടുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. ഇവിടെതാ UAE എയർഫോഴ്സിൻ്റെ ഒരു പടുകൂറ്റൻ ഫ്ലൈറ്റ് കിടക്കുന്നതാണ്. ഇതിലൊക്കെ എൻട്രി ഉണ്ടോ എന്നറിയില്ല കേട്ടോ, നോക്കാം. ഉണ്ടാവേണ്ടതാണ്, എൻട്രി ഉണ്ടാവേണ്ടതാണ് ഇതിലൊക്കെ. ഇതുണ്ടോ, ഇത് ഒരുപാട് ബഗ്ഗികളൊക്കെ പോകുന്നതാണ്. ഇതിങ്ങനെ തലങ്ങും വിലങ്ങും ഒരുപാട് ബഗ്ഗികളുണ്ട്. ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. UAE എയർഫോഴ്സ് അവരുടെ ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ ആ ബോയിങ് 777 മോഡൽ ഫ്ലൈറ്റ് ഇതാ റൺവേയിലൂടെ ചീറിപ്പായാണ്. എനിക്ക് തോന്നുന്നു ഇനി അതുതന്നെയായിരിക്കും അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതങ്ങനെ പോകുന്നുണ്ട്. അതാണ്ടൊക്കെ പറ്റും. പറക്കുന്ന മരണക്കിണറാ. എന്തെല്ലാം ഈ കാണുന്നത്. ആകാശത്തിലെ മരണക്കിണർ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. ഇതെല്ലാം പറത്തുമ്പോണ്ടല്ലോ, ഒരു നെല്ലട തെറ്റിയാൽ മതി, തീരും. ബോയിങ് 777 ഈ കിടന്ന് കളിക്കുന്നത് കേട്ടോ. അത് നോയിക്കോ, ആദ്യം സാധനം.
ചങ്കൂറ്റം വേണം ഇങ്ങനെയൊക്കെ കളിക്കാൻ. എത്ര ആൾക്കാരാണ് എങ്ങനെയാണ് നിൽക്കുന്നത്. അത് ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയായിട്ടോ. ലാൻഡിങ് ഗിയറൊക്കെ താഴ്ത്തിയിട്ടുണ്ട്. അത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തായാലും ഇത് അടിപൊളിയായിട്ടോ. ഈ ബോയിങ് 777 മോഡൽ വിമാനത്തിലൊക്കെ ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് കളിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇത് കൺട്രോൾ ചെയ്യുന്ന ആൾക്കും നല്ലൊരു ചങ്കുറ്റമാണ് കേട്ടോ. ഇതിൻ്റെ അറിയോ, ഇതിൻ്റെ ഒച്ച ഇവിടെ കേൾക്കുകയാണെങ്കിൽ ഫ്ലൈറ്റ് അപ്പുറം എത്തിയിട്ടുണ്ടാവും. അമ്മാതിരി സ്പീഡാണ് ഇതിൻ്റെ കേട്ടോ. ഇവിടെ ഒച്ച എവിടെയായിരിക്കും കേൾക്കുക, ചിലപ്പോൾ ഫ്ലൈറ്റ് അങ്ങ് ദൂരെ എത്തിയിട്ടുണ്ടാവും. ദൂരത്ത് പോയിട്ടാ. അതങ്ങനെ ദൂരേന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അത് നല്ല ഹൈറ്റിലാണ് അത് പോയത്.
എയർപോർട്ട് പോയ സാധനം ഇവിടെ കണ്ടില്ല, തിരിച്ചിറങ്ങിയില്ലല്ലോ. അത് കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. ആ മേലോട്ട് പോയ ആൾ പിന്നെ തിരിച്ചിറങ്ങിയില്ല. ആകാശത്ത് കൂടിയുള്ള തലകുത്തി മറിച്ചിൽ കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലൈറ്റും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ കയറിയത് എമിറേറ്റ്സിൻ്റെ 3 ടൈപ്പ് വിമാനത്തിൽ കയറിയിട്ടുണ്ട്. A380, ബോയിങ് 777, അതേപോലെ A350. അങ്ങനെ എമിറേറ്റ്സിൻ്റെ 3 കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള വിമാനത്തിൽ നമ്മൾ കയറി. അപ്പോൾ അതിനപ്പുറത്ത് ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. ഫ്ലൈ ദുബായ്, എത്തിയാദൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ താഴെയൊക്കെ ഫോട്ടോഷൂട്ട് കൊണ്ട് ബഹളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് ബോയിങ് 777 മോഡൽ വിമാനത്തിലാണ്. അപ്പോൾ ഇവിടെ മറ്റേ എന്താ പറയുക, പ്രൈവറ്റ് ജെറ്റ് മോഡൽ വിമാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല, നോക്കാം. കാരണം ഇതൊക്കെ നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് ഫെസിലിറ്റി ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ് കേട്ടോ. ഇപ്പൊ പിന്നെ 3 കമ്പനിയാന്ന് മാത്രം. ഗായ്സ്, ഇവിടെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫോട്ടോഗ്രാഫർ സന്ദീപിനൊപ്പം പോസ്റ്റ് ചെയ്യുന്നു മനോഹരൻ. പീറ്റർ കം കം. ഇത് നമ്മളിവിടെ വർക്ക് ചെയ്ത ആളാണ് കേട്ടോ. പീറ്റർ, hi to my subscribers. This is my colleague. We work together in this airport. ഒരുപാട് വർഷം കഴിഞ്ഞാൽ കാണുകയാണ് കേട്ടോ. ഏകദേശം 1 വർഷമായി നമ്മൾ കണ്ടിട്ട്. അതിന് എയർ ഷോ ഒരു നിമിത്തമായി. നമ്മൾ 3 പേരും ഒരേ കമ്പനി, ഒരേ സൈറ്റായിരുന്നു. ഇവർ 2 പേരും ഇപ്പോൾ കമ്പനി മാറി, സൈറ്റും മാറി. ഇവൻ കമ്പനി മാറിയിട്ടില്ല കേട്ടോ. എൻ്റെ പേര് പീറ്റർ, ഇവൻ ഫിലിപ്പീനിയാണ്. അതേപോലെ ആ ഭാഗത്ത് നടക്കുന്നവർ ഒരു റോബോട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അതേപോലെ മേലെ കൂടി ഇപ്പോൾ സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എയർ ടാക്സിയാണ് കേട്ടോ. UAE ഇനി പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഒരു തരം ഗതാഗത മാർഗമാണ് എയർ ടാക്സി. യന്ത്രൻ ഇതാരാണോ കൺട്രോൾ ചെയ്യുന്നത്? യന്ത്രൻ സാർ നടന്നു. ഇത് കണ്ടിട്ട് സൂപ്പർമാൻ പോലെ ഉണ്ടല്ലോ. ബാക്കിൽ ടോപ്പ് തുണിയൊക്കെ കെട്ടി. ഇവിടെ ഒരുപാട് എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകൾ നമുക്ക് കാണാം കേട്ടോ.
റോയൽ ജോർദാൻ്റെ ഒരു പ്രൈവറ്റ് ജെറ്റ് മോഡൽ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. റോബോട്ടിക് ഇത് US ആർമിയാണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഫ്ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. റോയൽ ജോർദാൻ്റെ അതേപോലെ എന്തിരൻ നടന്നോട്ട് പോകുന്നു. കൈവീശീലം കാണിക്കുന്ന അടിപൊളിയാണല്ലോ. ഇനിയിപ്പോൾ എനിക്ക് കയറി എക്സ്പ്ലോർ ചെയ്യാനുള്ളത് എത്തിഹാദിൻ്റെയും അതേപോലെ തന്നെ ഫ്ലൈ ദുബായ് ഉണ്ട്, പിന്നെ ജംബോ ജെറ്റ് മോഡലുള്ള അങ്ങനെ 3 ഫ്ലൈറ്റുകൾ എനിക്ക് ഇനി കയറി അകത്തുള്ള കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഓരോ യുദ്ധവിമാനങ്ങളാണ്. US എയർഫോഴ്സിൻ്റെ ഒരു വിമാനം. ആകാശത്ത് മിന്നൽ പ്രകടനങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെയുള്ള ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിട്ടോ. ഇനി കയറാനുള്ളത് എത്തിഹാദിൽ കയറാനുണ്ട്, പിന്നെ ജംബോ ജെറ്റിൽ കയറാനുണ്ട്, ഫ്ലൈ ദുബായ്. അപ്പോൾ ആ ഒരു 3 ഫ്ലൈറ്റിൻ്റെ അകത്തെ കാഴ്ചയും കൂടി കാണണം. അതുപോലെ തന്നെ മുകളിലിപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ സർക്കസാണ് നടക്കുന്നത് കേട്ടോ. ഹെലികോപ്റ്ററിൻ്റെ സർക്കസാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെയിലിൻ്റെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ വന്ന സമയത്തുള്ള വെയിലല്ല ഇപ്പോൾ ഉള്ളത്. കാരണം വൈകുന്നേരമായില്ലേ, സ്വാഭാവികമായിട്ടും വെയിലൊക്കെ ഒന്ന് കുറയും. അതുപോലെ തന്നെ ആൾക്കാരും ഇഷ്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇതൊരു ഓപ്പൺ സ്പേസ് അല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള കാറ്റും ഇതൊക്കെ ഉണ്ടാവും. അത് നോക്കിയേ,
പമ്പരം പോലെ കറങ്ങുന്ന ഹെലികോപ്റ്റർ വട്ടം ചുറ്റി പറക്കുന്നു. വാ, സൂപ്പറാട്ടോ അത്. വട്ടം ചുറ്റി പറക്കുന്ന ഹെലികോപ്റ്റർ. എന്തായാലും ഇത് വന്നതുകൊണ്ട് മുതലായിട്ടോ ഈ ഒരു പരിപാടി. എയർ ഷോ അടിപൊളിയാണ് പരിപാടി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. ഇതിലേക്കൊന്നും എൻട്രി ഇല്ല കേട്ടോ, നമ്മൾ ചോദിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, 4:30 ആയിട്ടോ. ഈ ഭാഗത്താണ് ഒരുപാട് ഫ്ലൈറ്റുകളുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കണ്ടു തുടങ്ങാം കേട്ടോ. ഇവിടുത്തെ ഒരു ജംബോ ജെറ്റ് മോഡൽ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ജംബോ ജെറ്റ്. ഇത് കണ്ടോ, അതിൻ്റെ പ്രൊപ്പല്ലറിൽ LED ഡിസ്പ്ലേ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ വീഡിയോ ഒക്കെ കാണുന്നത് നമുക്ക് കാണാം അവിടെ. ഈ ഭാഗത്ത് ഒരുപാടുണ്ട് കേട്ടോ കാണാനായിട്ട്. എത്തിയാതിൻ്റെ അകത്ത് ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്, ഈ അറ്റം മുതൽ അറ്റം വരെ കേട്ടോ. ഇതിലേക്കും നമുക്ക് പ്രവേശനം ഇല്ല കേട്ടോ. ഇൻവിറ്റേഷൻ ഓൺലി, അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുപോലെ എത്തിയാദ് എയർവേസ് ഇതിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് അബുദാബി വരെ ഈ ഒരു എത്തിയാദ് എയർവേസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ്. അപ്പോൾ അത് കാരണം എത്തിയാദ് ഞാൻ അങ്ങനെ കയറി കാണിക്കുന്നില്ല കേട്ടോ. എത്തിയാദ് ഞാൻ കയറി കാണിക്കുന്നില്ല, കാരണം നമ്മളത് ഓൾറെഡി ട്രാവൽ ചെയ്തതാണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പ്രൈവറ്റ് ജെറ്റുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. എത്തിയാദ് എയർവേസ് നമ്മൾ ഓരോരുത്തർ ട്രാവൽ ചെയ്തതാണ്, അത് കാരണം എത്തിയാദ് കാണിക്കുന്നില്ല. ഈ ഭാഗത്തൊക്കെ ഈ പ്രൈവറ്റ് ജെറ്റുകളാണുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ആ ഭാഗത്ത് ചൈന സതേണിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ചൈന സതേൺ. അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രൈവറ്റ് ജെറ്റുകളുണ്ട്. പിന്നെ ഇത് ഏവിയേഷൻ്റെ മോഡലൊരു സംഭവം കേട്ടോ. അതായത് മഞ്ഞ, അതായത് ഫ്ലൈറ്റ് പറക്കാൻ പഠിപ്പിക്കുന്നൊരു സംഭവം. ഈ ഭാഗത്തൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒന്നാമത് എനിക്ക് സമയമില്ലാത്തത് കാരണമാണ് ഞാൻ ഓടിപ്പടഞ്ഞ് എന്നെ കാണിക്കുന്നത് കേട്ടോ. ചൈന സതേൺ, അതിൻ്റെ അപ്പുറത്തായിട്ട് ഫ്ലൈ ദുബായ് ഉണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണത്തിലും കയറാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നമ്മൾ നടന്ന് ഇങ്ങ് അറ്റത്തെത്തി കേട്ടോ. നടന്ന് അറ്റത്തെത്തി. ഈ ഭാഗത്ത് അത്രയും തിരക്ക് നമുക്ക് കാണാനില്ല കേട്ടോ. ആ ഭാഗത്താണ് കൂടുതലും തിരക്കുള്ളത്. ഈ ഭാഗത്ത് അങ്ങനെ തിരക്കില്ല. ചൈനയിൽ കയറാൻ നല്ല തിരക്കാണുള്ളത്.
ചൈന സതേൺ. ചൈനക്ക് 2 ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ചൈന സതേണും ഉണ്ട്, ചൈന വെസ്റ്റേണും ഉണ്ട്. ചൈനക്കാരുടെ ഫ്ലൈറ്റിൽ ചൈനക്കാർ തന്നെയാണല്ലോ കയറുന്നത്. കാണാൻ വേറെ ആൾക്കാരെ ചുറ്റി. എന്തായാലും നമ്മൾ ഇതിൽ കയറാണ് കേട്ടോ. ചൈന സതേൺ. അപ്പോഴേക്കും മേലെ കലാപരിപാടികൾ തുടങ്ങി കേട്ടോ. അവിടെ ഒരു ഗാലറി പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ദൂരെയായിട്ട് നമുക്ക് ഗാലറി ഒക്കെ കാണാം. ആദ്യമായി ചൈന ഫ്ലൈറ്റിൽ കയറുകയാണ് കേട്ടോ നമ്മൾ. ചൈനീസ് ഫ്ലൈറ്റ്. ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ ഗാലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ കലാപരിപാടികൾ തുടങ്ങി. കണ്ട ദൂരെയായിട്ട് ഗാലറി. ചൈനീസ് ഭാഷയാണ്, അതുപോലെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവിടെയൊക്കെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, എമർജൻസിക്കായിട്ട്. പിന്നെ അവിടെ ഉള്ളത് ഫ്ലൈ ദുബായ് ആണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് അതിലും കൂടി കയറുന്നുണ്ട്. ഇപ്പോൾ ചൈന സതേൺ ഫ്ലൈറ്റിൽ കയറുകയാണ്. ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ചൂടൊക്കെ അടിക്കുന്നുണ്ട്. കോക്പിറ്റിൻ്റെ ഭാഗം ഇതിൻ്റെ ബിസിനസ് ക്ലാസ് ആണ്. അവരുടെ ടൈപ്പ് ഫുഡാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ചൈനീസ് ടൈപ്പ് ഭക്ഷണമാണ്. അതുപോലെ ഇത് നോർമൽ എക്കണോമിയാണ്. ഇതിൻ്റെ സീറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കളറാണ്, അടിപൊളി കേട്ടോ. അതുപോലെ തന്നെ ലെഗ് സ്പേസും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ കണ്ടുവരുന്ന എക്കണോമി അപേക്ഷിച്ച് ഉണ്ടോ നല്ല രീതിയിൽ ലെഗ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളറാണ് കേട്ടോ അവരുടെ. പക്ഷെ ഇതിൻ്റെ ഒരു എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ പറഞ്ഞ പോലെ LED ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കോക്പിറ്റിന്റെ കാഴ്ച നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. കോക്പിറ്റിന്റെ കാഴ്ച നമുക്ക് കൊടുക്കാം. നമ്മൾ വരാം. ചൈന സതേൺ ഫ്ലൈറ്റ് കണ്ടിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ നോർമൽ ടൈപ്പ് എക്കണോമി
അതുപോലെ ഒരു ബിസിനസ് ക്ലാസ് സീറ്റുകളാണ്. ബൈ. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് കയറാൻ പോകുന്നത് ഫ്ലൈ ദുബായ് ആണ്. ഫ്ലൈ ദുബായിലേക്ക് എൻട്രി ഉണ്ടോ എന്നറിയില്ല, ആരും കാണുന്നില്ലല്ലോ. നോക്കാം. ഇത് ആ ഭാഗത്തൊക്കെ ന്യൂ ഉണ്ട് കേട്ടോ ഒരുപാട്. അങ്ങനെതാ ഫ്ലൈ ദുബായിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഏറ്റവും ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. അതായത് നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ പോലത്തെ ഒരു ചെറിയൊരു ഫ്ലൈറ്റാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ബാരിക്കേഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ബോയിങ് 737 ടൈപ്പ് വിമാനമാണ്. ഫ്ലൈ ദുബായ്. ഇത് ഏത് വഴിയാണ് എൻട്രൻസ്? ഇവിടെ നോ എൻട്രി എന്നും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അകത്തേക്ക് പ്രവേശനമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഫ്ലൈ ദുബായ്. അതുപോലെ ഈ ഭാഗത്തായിട്ട് വേറൊരു യുദ്ധവിമാനം നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു ഗാലറി ആൾക്കാരൊക്കെ ഇരുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നാമതിൽ സൂമിങ് ഇല്ലാത്ത കാരണം അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ക്ലിയർ ആവില്ല. ഇപ്പോൾ ഫ്ലൈ ദുബായിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ നോ എൻട്രി ആണ്. അപ്പോൾ നേരെ പുറത്തേക്ക് പോവാണ്. നമ്മളാ വന്ന വഴി തന്നെ നേരെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മളിതാ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാ ഇവിടെ കാണുന്നത് കണ്ടോ, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന അൽ മക്തൂം എയർപോർട്ടിൻ്റെ കാഴ്ചയാണിതാ ഈ കാണുന്നത് കേട്ടോ. അതായത് DXB എയർപോർട്ട് DWCയിലേക്ക്, അതായത് ഈ അൽ മക്തൂം എയർപോർട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു രൂപരേഖയാണ് ഇപ്പോൾ കൂടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വാ, അടിപൊളി കേട്ടോ. ആ ഭാഗത്തൊക്കെ ഒരുപാട് ഫ്ലാറ്റുകളുടെ ഒക്കെ ഒരു രൂപരേഖ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വാ, രക്ഷയില്ല കേട്ടോ. ഭാവിയിലുണ്ടാകുമ്പോൾ അൽ മക്തൂം എയർപോർട്ടിൻ്റെ ഒരു രൂപരേഖ, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ചെറിയ ബിൽഡിങ്ങുകളുടെ ഒരു രൂപരേഖ ഒക്കെ കൊടുത്ത് നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. എന്തായാലും നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മൾ വന്ന വഴി തന്നെ നേരെ പുറത്തേക്ക്. അപ്പോൾ ഈ ഒരു എയർ ഷോൻ്റെ വീഡിയോസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു 2 പാർട്ട് വീഡിയോസാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു എയർ ഷോ നടക്കുന്നത് 3 വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ. ഇപ്പോൾ നവംബർ 17 തൊട്ട് 21 വരെയാണ്, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച വരെയാണ് ഈ ഒരു എയർ ഷോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എയർ ഷോൻ്റെ നല്ല കാഴ്ചകൾ, ഫ്ലൈറ്റിൻ്റെ മനോഹരമായ സർക്കസുകൾ അടങ്ങിയാൽ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം
മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.